നമ്മുടെ ഈ അവിൽ മിൽക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്ത അവിലെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം. 1.5 കപ്പ് അവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. സാധാരണ നമ്മൾ അവിൽ മിൽക്ക് റെഡിയാക്കാറുള്ളത് പൊരി അവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവിൽ വെച്ചിട്ടാണ്. അത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇവിടെ എനിക്കത് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ അവിൽ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ അവിൽ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ച് നോക്കിയാൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്തിട്ടുള്ള ഒരു പഴമാണിത്. ഇതിവിടെ കിട്ടുന്ന റോബസ്റ്റ പോലുള്ളൊരു പഴമാണ്. സാധാരണ നമ്മുടെ ഏത് ചെറുപഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാലിപ്പൂവൻ പഴമായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി പഴവും പഞ്ചസാരയും കൂടി ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത്, അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പഴവും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനിതിലേക്ക് 1.5 കപ്പ് നന്നായിട്ട് തണുത്തിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അവിൽ മിൽക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതിലേക്ക് നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സ് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. വറുത്തെടുത്തിട്ടുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള കടല. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറീസ് ചെറുതായി മുറിച്ചത് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവിലാണ്. ഇത് കുറേശ്ശായി ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പഴത്തിൻ്റെ മിക്സ് കൂടെ വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് കടല ഇട്ട് കൊടുക്കുക. പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ചെറീസൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് അവിൽ കൂടെ വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പൊട്ടുകടലയും കടലയും ടൂട്ടി ഫ്രൂട്ടി ചെറീസും ഒക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നന്നായിട്ട് തണുത്തിട്ടുള്ള പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാനിവിടെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് അവിലും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ചെറി കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിൽ മിൽക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക് യു.